ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പേര് ജോസഫ് ആൻ്റൺ ജോജോ. ഏഴിക്കര സെൻറ്റ് മേരീസ് അസംസം ചർച്ചാണ് എൻ്റെ ഇടവക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു ലാസറിൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന അവസരത്തിൽ മറിയം ചെയ്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിയൻ സുഗന്ധതൈലമെടുത്ത് അവൾ യേശുവിൻ്റെ കാൽക്കൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ചെയ്തു. ഇത് കണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വിപ്ലവകാരിയെപ്പോലെ യൂദാസ് കറിയോത്ത് പറഞ്ഞു, എന്തുകൊണ്ട് ഈ സുഗന്ധതൈലം 300 ദനാർക്ക് വിറ്റ് ആ പൈസ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടാ? സത്യത്തിൽ ദരിദ്രരോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല, മറിച്ച് പണത്തിനോടുള്ള ആർത്തി കൊണ്ടായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് സുവിശേഷത്തിൽ പിന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളും ചിലപ്പോഴൊക്കെ യൂദാസിനെ പോലെ പെരുമാറാറുണ്ട്. ഉള്ളിലെ ചില ഗൂഢ താല്പര്യങ്ങളെ നന്മയുടെ മുഖംമൂടി അണിയിച്ച് അത് അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധ പരിവേഷമണിഞ്ഞ് മറ്റുള്ളവർക്ക് പെട്ടെന്നത് മനസ്സിലാവുകയില്ല. സാവധാനം എല്ലാം പുറത്തു വരും. അതിനാൽ നമ്മുടെ ഉള്ളു കാണുന്ന ദൈവത്തിന് ഉള്ളത് കാണിച്ചുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് മറിയത്തെ പോലെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈ നോമ്പുകാലം പ്രാർത്ഥിച്ചൊരുങ്ങാം. നന്ദി, നമസ്കാരം.